ഹെഡിങ് എഴുതിക്കോളൂ. റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. നമ്മൾ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഏതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്? റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. ഹെഡിങ് എഴുതിക്കോളൂ, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. അതിനകത്ത് മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, to form metal react with water to form metal hydroxide and hydrogen gas. എപ്പോഴും ആലോചിച്ചോണം, മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡും ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഓക്കെ ആണല്ലോ, ജനറലാ. പക്ഷേ ഈ വാട്ടറിന്റെ പോലെ തന്നെ ഫോർമുല ഉള്ള ആളാണ് സ്റ്റീം. അതായത് ഇപ്പം വെള്ളം ആവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആവിക്ക് വേറെ ഫോർമുല വല്ലതും ഉണ്ടോ? ഇല്ല, വെള്ളത്തിന്റെ ഫോർമുല തന്നെയാണ്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള വാട്ടർ, അതായത് വേപ്പർ, അതായത് സ്റ്റീം. ഓക്കെ, പക്ഷേ റിയാക്ഷൻ നടക്കുന്നത് രണ്ടായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ മെറ്റല് ഈ വാട്ടർ പോലെ തന്നെ ഫോർമുലയുള്ള സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറിന്റെ ഫോർമുല തന്നെയുള്ള സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെറ്റൽ ഹൈഡ്രോക്സൈഡ് അല്ല ഉണ്ടാകുന്നത്, പകരം മെറ്റൽ ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ശ്രദ്ധിച്ചോണം, മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഉണ്ടാകുന്നത്. എന്നാൽ വെള്ളം ആവി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സ്റ്റീം. ശരിയല്ലേ? ആവി, അതാണ് സ്റ്റീം. സ്റ്റീമിന്റെ ഫോർമുലയും H2O തന്നെയാണ്. ആ സ്റ്റീമുമായിട്ടാണ് വാട്ടർ മെറ്റൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് അല്ല ഉണ്ടാകുന്നത്, പകരം മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതി വെക്കുക, മസ്റ്റ് ആയിട്ട് പഠിക്കണം ആ വ്യത്യാസം. രണ്ടിന്റെ ഫോർമുല H2O തന്നെയാണ്, പക്ഷേ H2O ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണോ H2O ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടേ അത് റിയാക്ഷൻ എഴുതാവൂ കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, മെറ്റൽ റിയാക്ട് വിത്ത് സ്റ്റീം. നമ്മൾ ആദ്യത്തെ വാട്ടർ വെച്ച് എഴുതി, അടുത്തത് മെറ്റൽ റിയാക്ട് വിത്ത് സ്റ്റീം to form metal oxide and hydrogen gas. അത് വേണമെങ്കിൽ ഇങ്ങനെ ഫോർമുല വെച്ച് വേണമെങ്കിൽ എഴുതിക്കോളൂ. എന്താ മെറ്റൽ, ഇതല്ല, ഇത് വെച്ച് മെറ്റൽ പ്ലസ് വാട്ടർ എന്താ ഉണ്ടാകുന്നത്? മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. അതേപോലെ തന്നെ മെറ്റൽ പ്ലസ് സ്റ്റീം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്, പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ വ്യത്യാസം പഠിച്ചിരിക്കണം. ജനറലി സ്കൂളിൽ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി ഒന്നും പറഞ്ഞു തരില്ല, അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് പൊട്ടാസ്യം. ഒന്നെന്ന് എഴുതിയിട്ട് പൊട്ടാസ്യം reacts violently with cold water to form potassium hydroxide and hydrogen gas. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഈ പൊട്ടാസ്യത്തിനെയും സോഡിയത്തിനെയും ഒക്കെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാം? കെറസിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? എയറിലും വെക്കാൻ പറ്റത്തില്ല, വാട്ടറിലും വെക്കാൻ പറ്റത്തില്ല. എയറിൽ വെച്ച് കഴിഞ്ഞാൽ കത്തും, അല്ലേ? അത് ഓക്സൈഡ് ഉണ്ടാവും, സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും ഉണ്ടാവും, അത് എക്സോതെർമിക് ആണ്, കത്തും. അങ്ങനെ കത്തി എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടാലോ അവിടെ വിഗറസ് റിയാക്ഷൻ ആയിരിക്കും, പൊട്ടിത്തെറിക്കും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ഒരു സയന്റിസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, നമ്മുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. സോഡിയത്തിന്റെ പീസ് നേരെ ഉണ്ടല്ല, പൊട്ടാസ്യത്തിന്റെ പീസ്
കൊണ്ടുപോയിട്ട് നേരെ ആറ്റി കൊണ്ടിടും, ഒരു വലിയ പീസ്. അതിങ്ങനെ അവിടെ പൊട്ടും. അത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ആ പീസ് വീഴുന്നിടത്തെല്ലാം പൊട്ടി 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 ആറ്റി ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം അത് വെള്ളവുമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പം പൊട്ടാസ്യം കെ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലും വാട്ടർ സോളിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലും വരുമ്പോൾ റിയാക്ഷൻ വേറെ വേറെയാ. അപ്പൊ സ്റ്റേറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോണം റിയാക്ഷൻ തരുന്ന സമയത്ത്. ഓക്കെ. പ്ലസ് H2O ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കണ്ടോ, ലിക്വിഡ്. അപ്പൊ എന്താ നമുക്കറിയാം, ഇവിടെ K+ ആണ്, ഇവിടെ H+ഉം OH- ആണ്. നമുക്കറിയാം ഇവിടുത്തെ പോസിറ്റീവ് ആള് ഇവിടുത്തെ നെഗറ്റീവ് ആളുമായിട്ട് ചേർന്നിട്ട് ഇവിടെ KOH ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് പക്ഷെ അക്വ സ്റ്റേറ്റ് ആയിരിക്കും. എന്താ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഫോമിലായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താ, അല്ല വെള്ളത്തിൽ ഡിസോൾവ് എന്ന് പറഞ്ഞാൽ വെള്ളമയം ഉള്ള ഒരു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർത്തതെന്ന് അർത്ഥം. അപ്പം ഓൾറെഡി നമ്മൾ പൊട്ടാസ്യം വെള്ളത്തിനകത്താണല്ലോ ചേർക്കുന്നത്. അപ്പം നനവുള്ള ഒരു ഒരു അക്വസ് സ്റ്റേറ്റിലായിരിക്കും അതിരിക്കുന്നത്. അക്വസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ സ്റ്റേറ്റ്. പ്ലസ് എന്താണെന്നറിയാമോ, ഹൈഡ്രജൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ K+ഉം ഇവിടെ H+ഉം OH- ആ. അപ്പൊ ഇതും കൂടെ ചേർന്ന് KOH ഉണ്ടാവും. ബാക്കി ഈ H+ ഹൈഡ്രജൻ ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ ഹൈഡ്രജൻ വരും. H2 പ്ലസ് എന്താ, ഹീറ്റ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഇത് എപ്പോഴും ആലോചിച്ചോണം, ഇത് കോൾഡ് വാട്ടർ ആണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് നമുക്ക് സോഡിയത്തിന്റെ നോക്കാം. സോഡിയം ഓൾസോ എന്താ, റിയാക്ട്സ് വിഗറസ്ലി വിത്ത് കോൾഡ് വാട്ടർ ഫോമിങ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അതും അതേപോലെ തന്നെയാണ്. സോഡിയവും കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത് ബാലൻസ് ചെയ്തില്ല കേട്ടോ ഞാൻ. ഇവിടെ H2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ. ബാലൻസ്ഡ് ആണോ ഇത്? K H 2 H ഇവിടെ 2 കൊടുത്താൽ 4 ആവും. 4 ഇവിടെ 2 കൊടുക്കും. ഓക്കെ. ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും കേട്ടോ. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ. ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയാ? സോഡിയം Na പ്ലസ് എന്താ, H2O. അപ്പം സോഡിയം സോളിഡ് സ്റ്റേറ്റിലാണ്, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇത് കോൾഡ് ആണ്. അപ്പൊ എന്തുണ്ടാവും, സോഡിയം ഹൈഡ്രോക്സൈഡ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? സോഡിയത്തിന്റെ അയോൺ Na, വാട്ടറിനകത്ത് H+ഉം OH- അയോണും ഉണ്ട്. ഈ Na+ അയോൺ വന്നിട്ട് OH- അയോണുമായിട്ട് ചേർന്നിട്ട് NaOH ഉണ്ടാവുന്നു. പ്ലസ് എന്താ, ഈ H+ ഹൈഡ്രജൻ ആയിട്ട് മാറുന്നു. അവിടെയും ഹീറ്റ് ഉണ്ടാവുന്നു. ഈ NaOH ഉണ്ടാകുന്നത് അക്വ സ്റ്റേറ്റിലായിരിക്കും. ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും. ഹൈഡ്രജൻ മോളിലും ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഞാൻ ഈ അയോൺസ് എഴുതുന്നൊന്നും എഴുതണ്ട കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എഴുതിയിട്ടേക്ക്, അത്രേ ഉള്ളൂ. മൂന്നാമത്തേത് കാൽസ്യം എങ്ങനെ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്തത് കാൽസ്യം റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ ടു ഫോം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം hydroxide and hydrogen gas. അത് Ca അത് സോളിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് H2O അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. gives CaOH twice പ്ലസ് H2. ഓക്കെ. ഇവിടെ എന്താണ്, ഹീറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ആലോചിച്ചു. ഇത് വിഗറസ് അല്ല റിയാക്ഷൻ, മനസ്സിലായി? ജസ്റ്റ് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് ഹീറ്റ് ഒക്കെ ഫോം ചെയ്യുന്ന വിഗറസ് റിയാക്ഷൻ, വയലന്റ് ആയിട്ടൊന്നും ഇത് എന്ത് ചെയ്യത്തില്ല,
റിയാക്ട് ചെയ്യത്തില്ല. ഇത് അക്വ സ്റ്റേറ്റ് ആണ്. അക്വ സ്റ്റേറ്റ് എന്നുള്ള കാര്യം എഴുതിയിടുക. ഇത് ഗേഷ്യസ് സ്റ്റേറ്റ്. അതെങ്ങനെയാണ് COH2 ഉണ്ടായത്? കാൽസ്യത്തിന്റെ അയോൺ Ca2+ ആണ്. ഇതിനകത്ത് H+ ഉണ്ട്, OH- ഉണ്ട്. ഈ Ca2+ ഇതുമായിട്ടാണ് ചേരുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ COH2 ഉണ്ടാവും. അടുത്തത് മഗ്നീഷ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ മഗ്നീഷ്യം മെറ്റൽ ആണ്. മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യൂല. പക്ഷേ മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട്, അതൊക്കെ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിച്ചോണം. മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. ഇതുവരെയുള്ള ആൾക്കാരെല്ലാം സിംപ്ലി കോൾഡ് വാട്ടറുമായിട്ട് ആണെങ്കിലും റിയാക്ട് ചെയ്തേനെ. പക്ഷെ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട്, കാൽസ്യവും ഈ പറഞ്ഞ പോലെ തന്നെ സോഡിയവും പൊട്ടാസ്യവും എല്ലാം കോൾഡും ഹോട്ടൊന്നും ഒന്നുമില്ല, ആരുമായിട്ടും റിയാക്ട് ചെയ്യും. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ തന്നെ മറ്റേ ഒരു ഭയങ്കര വിഗ്രസ് റിയാക്ഷൻ, ഹൈ എക്സോതെർമിക് റിയാക്ഷൻ, ഹീറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യും. മഗ്നീഷ്യം അങ്ങനെയല്ല, മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെഷൻ പഠിക്കുമ്പോൾ പറഞ്ഞായിരുന്നു മഗ്നീഷ്യം മറ്റേ സോഡിയത്തിനെക്കാട്ടിലും പൊട്ടാസ്യത്തിനെക്കാട്ടിലും ഒക്കെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. കാരണം അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കത്തിക്കണമായിരുന്നു. മനസ്സിലായി? അങ്ങോട്ടൊരു ടെമ്പറേച്ചർ കൊടുത്താലേ അത് റിയാക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ അതേപോലെ തന്നെ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. പകരം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം റിയാക്ഷൻ നടക്കും. ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എഴുതുക. magnesium does not react with cold water, but it reacts with the hot water but react with hot water to form magnesium hydroxide and hydrogen. Magnesium hydroxide and hydrogen. അപ്പോൾ അതിനകത്ത് Mg സോളിഡ് ആണ്, അത് വാട്ടറുമായിട്ടാണ്. H2O ലിക്വിഡ് സ്റ്റേറ്റ്. ഇത് ഹോട്ട് ആണ്, ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഗീവ്സ് എന്താ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. MgOH ട്വൈസ് ആണ് പ്ലസ് H2O. ഇത് അക്വ സ്റ്റേറ്റ് ആണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. എന്നിട്ട് അതിനകത്ത് തന്നെ എഴുതുക, അതിന്റെ താഴോട്ട് തന്നെ എഴുതുക. This shows that magnesium is less reactive than calcium. ഇനിയും അടുത്തത് ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അതേപോലെ മഗ്നീഷ്യം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. സ്റ്റീം എന്ന് പറയുമ്പോൾ ചൂടായിട്ടുള്ള വേപ്പറാണ്, ശരിയല്ലേ? വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ സ്റ്റീം എന്ന് പറയാം. അപ്പം ചൂടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഗ്നീഷ്യം റിയാക്ട് ചെയ്യും, ഇല്ലേ? അപ്പം അതും കൂടെ ഒന്ന് എഴുതുക. നോട്ടെന്ന് എഴുതിയിട്ട് മഗ്നീഷ്യം reacts very rapidly with steam. സ്റ്റീമിന്റെ ഫോർമുലയും വാട്ടറിന്റെ ഫോർമുല തന്നെയാണ് കേട്ടോ. ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് ഇടുമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ടു ഫോം അത് എന്ത് തന്നെയാണ്? ടു ഫോം മഗ്നീഷ്യം ഒരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മൾ പറഞ്ഞു സ്റ്റീമുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അല്ല ഉണ്ടാകുന്നത്, ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. തെറ്റിയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് തന്നെ എഴുതി വെക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ റിയാക്ഷൻ വരുന്നത്. Mg സോളിഡ് സ്റ്റേറ്റ് ആണ്, അത് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുക. സ്റ്റീം ആണെന്ന് എഴുതത്തൊന്നുമില്ല, പകരം H2O ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് എഴുതത്തുള്ളൂ. മനസ്സിലായോ? അത് വേണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അത് സ്റ്റീം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. H2O ഗേഷ്യസ് സ്റ്റേറ്റ് വരുവാണെങ്കിൽ അത് വാട്ടർ വേപ്പർ. ഇപ്പം നമ്മുടെ വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് മുകളിലോട്ട് വരുന്ന ആവി എന്ന് പറഞ്ഞാൽ സ്റ്റീമാണ്. അതിന്റെ ഫോർമുലയും H2O തന്നെയാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള H2O. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ്, അതൊരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു പൊടി പോലൊരു സാധനമാണ്, അതിനകത്ത് തന്നെ കിടക്കും.
പ്ലസ് എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് H2 ആണ്, അത് ഗ്യാസ് കേട്ടോ. ഇതായിരിക്കും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താൽ വരിക. എഴുതിയില്ലേ പറയണം. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തത് 5 അലൂമിനിയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അഞ്ചാമത്തേത് അലൂമിനിയത്തിന്റെ കാര്യം. അലൂമിനിയം 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 റിയാക്ട്സ് വിത്ത് സ്റ്റീം. അലൂമിനിയം റിയാക്ട് വിത്ത് സ്റ്റീം ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. കണ്ടോ, അലൂമിനിയവും മെറ്റലാണ്, അത് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവില്ല, പകരം അലൂമിനിയം ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അതായത് Al അത് സോളിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് H2O സ്റ്റേറ്റ് നോക്കണം ഗേഷ്യസ് ആണ്. അതിനർത്ഥം ഗേഷ്യസ് ആണെങ്കിൽ അത് സ്റ്റീം ആണെന്നർത്ഥം. അപ്പോൾ ഹോട്ടാണ്, ചൂടാണ്. അപ്പോൾ എന്താ ഗീവ്സ് എന്താ അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയത്തിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമുക്കറിയാം, Al3+ ഓക്സിജൻ്റെത് 2- ആണ്, ക്രോസ് ചെയ്യുമ്പോൾ Al2O3 എന്നാണ് വരിക. മനസ്സിലായി? അപ്പം ഇവിടെ Al2O3 അലൂമിനിയം ഓക്സൈഡ്, അതും സോളിഡ് സ്റ്റേറ്റ് ആണ്, പ്ലസ് എന്താ ഹൈഡ്രജൻ ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇതിനകത്ത് തന്നെ, അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ, അതായത് ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അതൊന്നൊരു ഡോട്ട് എഴുതുക. അലൂമിനിയം ഡസ് നോട്ട് അല്ല, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് എഴുതിക്കോ. അതായത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അങ്ങ് എഴുതിക്കോ. അതിന്റെ താഴെ തന്നെ വരുന്നതാണ്, ഒരു ഡോട്ടായിട്ട് എഴുതണ്ട, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോ. അലൂമിനിയം മെറ്റൽ ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ അണ്ടർ ഓർഡിനറി കണ്ടീഷൻ. വൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് അലൂമിനിയം വാട്ടറുമായിട്ട് ഓർഡിനറി കണ്ടീഷനിൽ, നമുക്കിപ്പം നമ്മളൊരു അലൂമിനിയം പാത്രം നമ്മുടെ വീട്ടിലുണ്ട്, കുക്ക് ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അലൂമിനിയത്തിന്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ഈ എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചൂട് കൂടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല ഓർഡിനറി കണ്ടീഷൻ. അവിടെ വേറെ ഓരോ കണ്ടീഷൻ, പ്രഷർ കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതലൊക്കെ കൊടുത്താൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അത് ഓർഡിനറി കണ്ടീഷനിൽ റിയാക്ഷൻ നടക്കാതെ എന്താണെന്നറിയാമോ? ഈ അലൂമിനിയം നമ്മൾ എയറിലാണ്, നമ്മുടെ അടുക്കളയിലാണല്ലോ അലൂമിനിയം പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിടുന്നത്. ഈ എയറിലാണ് ഇപ്പോൾ വെക്കുന്നത്. അപ്പം എയറിൽ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനുമായിട്ട് ഈ അലൂമിനിയം റിയാക്ട് ചെയ്തിട്ട് ഈ അലൂമിനിയം പാത്രത്തിന്റെ മണ്ടയ്ക്കെല്ലാം അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു ലെയർ കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് എന്താ അത് വെള്ളവുമായിട്ട് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അലൂമിനിയം പാത്രങ്ങളൊന്നും പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്തത്.
മനസ്സിലായോ? പെട്ടെന്ന് നല്ല അലൂമിനിയം പാത്രം റിയാക്ട് ചെയ്യത്തേ ഇല്ല. കമ്പയർഡ് ടു അതർ കുക്കിംഗ് യൂട്ടൻസിൽ എന്താണ് അലൂമിനിയം എന്ന് പറയുന്നത് ഇത്തിരി സേഫ് ആണ്. പക്ഷെ പുളിയുള്ള ആഹാരങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താ അറിയോ? പുളിയുള്ള ആഹാരങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അലൂമിനിയത്തിന്റെ സർഫസിൽ അലൂമിനിയം ഓക്സൈഡ് കോട്ടിംഗ് ഓൾറെഡി നാച്ചുറലായിട്ട് ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ തൈരിനകത്തുള്ള അല്ലെങ്കിൽ പുളിയുള്ള ആഹാരങ്ങളിനകത്തുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ഫോം ചെയ്യും. ഏത് സോൾട്ടാണ് ഫോം ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്താണ് നമ്മൾ ആ കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സോൾട്ട് എല്ലാം അതിനകത്ത് മിക്സ് ആവുക. അപ്പോൾ നമുക്ക് നമ്മുടെ അകത്ത് പോകുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് അതിൻ്റെ ബ്രെയിൻ സെല്ലിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഓർക്കുക. അപ്പം ഇത് ഇതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് thin layer of aluminum thin layer of aluminum oxide on its surface. അപ്പോൾ നമ്മുടെ അലൂമിനിയത്തിന്റെ എല്ലാ റിയാക്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെ സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ. അടുത്തത് ആറാമത്തത് സിങ്ക് ആണ്. സിങ്ക് ആരെന്ന് എഴുതിയിട്ട് സിങ്ക് റിയാക്ട്സ് വിത്ത് സ്റ്റീം to form zinc oxide and hydrogen. അതിൽ Zn സോളിഡ് സ്റ്റേറ്റ് ആണ്, പ്ലസ് H2O ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഗീവ്സ് എന്താ സിങ്ക് ഓക്സൈഡ് ആണ്. നമുക്കറിയാം സിങ്കും ഓക്സൈഡും കൂടെ ഓക്സൈഡ് അയണും കൂടെ കമ്പൈൻ Zn2+ O2- കൂടെ കമ്പൈൻ ചെയ്യുന്നത്. രണ്ടും 2 ആയതുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ രണ്ടും എഴുതില്ല, ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ZnO വരും. ZnO പ്ലസ് എന്താ വരിക H2O ആവുക. സോറി H2O അല്ല H2 ആവുക. H2 അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ഇതും സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇത് സ്റ്റീമാണ്. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. നോർമൽ വാട്ടറുമായിട്ട് സിങ്കും റിയാക്ട് ചെയ്തില്ല, അലൂമിനിയത്തെ പോലെ തന്നെ. പിന്നെ ജനറൽ ആയിട്ട് ഏഴാമത് ഒരു കാര്യം എഴുതാം, ബാക്കിയുള്ള മെറ്റലുകൾ. അതായത് ഇത് ഇത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള മോസ്റ്റ് മെറ്റലുകൾ എല്ലാം എന്ത് ചെയ്യത്തില്ല. ഇപ്പം ലെഡ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇതൊന്നും ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, സ്റ്റീമുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. ഇപ്പം ഗോൾഡ് ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ സ്വർണ്ണം ഇട്ടിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ ഇത് അലിഞ്ഞ് ഇല്ലാതാവും, ശരിയല്ലേ? സിൽവർ ഇട്ടിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുമോ ചൂടുവെള്ളത്തിൽ? ഇല്ല. അല്ലെങ്കിൽ സിൽവർ ഇട്ടിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? തണുത്ത വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും? ഇല്ല. ഇതെല്ലാം റിയാക്ട് ചെയ്ത് വേറെ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ഒരു തുള്ളി പോലും റിയാക്ടിവിറ്റി ഇല്ല. റിയാക്ടിവിറ്റി ഉണ്ട്, വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ? അപ്പം അതാണ് അതിന്റെ കാരണം. അപ്പം 7 നെറ്റിട്ട് ഇങ്ങനെ എഴുതാം. മെറ്റൽസ് ലൈക്ക് ലെഡ്, സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ജനറലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളേ. പ്ലാറ്റിനം ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ഓർ ഈവൻ സ്റ്റീമുമായിട്ട് പോലും റിയാക്ട് ചെയ്തില്ല. സ്റ്റീം ബിക്കോസ് ഓഫ് വെരി ലോ റിയാക്ടിവിറ്റി. ഇത്രയും പറഞ്ഞതിനകത്ത് മനസ്സിലാകാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു.
ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞ ദിവസം. ഇന്ന് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു പഠിച്ചു. വാട്ടറിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, സ്റ്റീം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഹെഡിങ് ആയിട്ട് എഴുതുക, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് dilute acid, reaction of metal with dilute acid. അപ്പം അതിന്റെ ജനറൽ ആയിട്ട് ഒരു ഇത് എഴുതുക, മെറ്റൽ പ്ലസ് ഡൈല്യൂട്ട് ആസിഡ് gives മെറ്റൽ സോൾട്ട്. ആ മെറ്റലിന്റെ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓരോന്നും പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സോഡിയം മെറ്റൽ എടുക്കാൻ പോവാം. സോഡിയം മെറ്റൽ റിയാക്ട്സ് vigorously with dilute hydrochloric acid to form sodium chloride and hydrogen. അതായത് സോഡിയം മെറ്റല് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഗറസ് എന്ന് പറയുമ്പോൾ ഇന്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് സോഡിയം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്ക് റിയാക്ഷൻ ആയിട്ട് എഴുതാം, നോക്കാം നമുക്ക്. അപ്പം സോഡിയം അത് നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിലാണ് സോഡിയം ഇരിക്കുന്നത്. പ്ലസ് HCl ആണ്. HCl എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഡൈല്യൂട്ട് ആണ്, അക്വസ് ആണ്. അപ്പൊ ലിക്വിഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അക്വസ് വാട്ടറുമായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അക്വസ് എന്ന് പറയുന്നത്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ലിക്വിഡ് ആണ്, മനസ്സിലായോ? ഈ അക്വസ് എന്ന് പറയുമ്പം ഇപ്പം പഞ്ചസാര എടുത്ത് വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ അത് അക്വസ് ഷുഗർ സൊല്യൂഷനാണ്. അതേപോലെ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതൊരു അക്വസ് സൊല്യൂഷനാണ്. അപ്പൊ എന്തെങ്കിലും വെള്ളത്തിനകത്ത് കലക്കുമ്പോഴാണ് അക്വസ് ഉണ്ടാകുന്നത്, മനസ്സിലായോ? അപ്പം HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാകുന്നത്? സോൾട്ട് ഉണ്ടാവും. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഉള്ള അയോൺ Na+, ഇവിടെ H+ഉം Cl- ഉം ഉണ്ടാകുന്നത്. ഈ Na+ വന്നിട്ട് Cl- ആയിട്ട് ചേർന്നിട്ട് NaCl ആണ് ഉണ്ടാകുന്നത്. അതൊരു സോൾട്ട് ആണ്. ഇതിന് മെറ്റൽ സോൾട്ട് ആണ്. പ്ലസ് എന്താ? ഇതെന്തായിട്ട് മാറും? ഇത് ഹൈഡ്രജൻ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം. ചെയ്യാന്ന് പറയുമ്പോൾ സോൾട്ട് എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അതേപോലെ തന്നെ H2 ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, വിഗറസ് ആയിട്ടാ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. രണ്ടാമത്തെ വേറൊരു മെറ്റൽ എടുക്കാം, മഗ്നീഷ്യം റിയാക്ട്സ് quite rapidly. നേരത്തെ സോഡിയത്തിന്റെ അത്രയും ഇല്ല, എന്നാലും കുറച്ച് quite rapidly with dilute HCl forming magnesium chloride and hydrogen gas. അത് നമുക്കറിയാം Mg പ്ലസ് എന്താ HCl gives എന്താ MgCl2 ആ വരുന്നത്, പ്ലസ് എത്ര H2. ഇത് സോളിഡ് സ്റ്റേറ്റ്, ഇത് അക്വ സ്റ്റേറ്റ്, ഇത് വീണ്ടും സോളിഡ് സ്റ്റേറ്റ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ്. ഇൻവോൾവ് ചെയ്യുന്ന അയോൺ ഇവിടെ Mg2+ ആണ്, ഇവിടെ H+ ആണ്, ഇവിടെ Cl- ആണ്. ഇത് Mg2+. ഇതും ചേരുമ്പോഴാണ് MgCl2 ഉണ്ടാകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചോദിക്കാം. അപ്പം സോഡിയം റിയാക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, മഗ്നീഷ്യം റിയാക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അടുത്തൊരു മെറ്റൽ എടുക്കാം, അലൂമിനിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക? അലൂമിനിയം മെറ്റൽ at first reacts slowly with dilute HCl
ഡ്യൂ ടു നമ്മൾ പറഞ്ഞില്ലേ അലൂമിനിയം മെറ്റലിന്റെ മണ്ടയ്ക്ക് എന്തായാലും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു കോട്ടിംഗ് കാണും. അപ്പം ആ കോട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ആസിഡ് ഒഴിക്കുന്ന സമയത്ത് പെതുക്കെ ആദ്യം റിയാക്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അത് റിയാക്ട് ചെയ്തിട്ട് അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കത്തുള്ളൂ, റിയാക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഡ്യൂ ടു the presence of due to the presence of a tough protective layer of aluminium oxide on its surface. അതിന്റെ ഇത് എഴുതുന്ന സമയത്ത് അലൂമിനിയം HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്തുണ്ടാവുന്നു, AlCl3 ഉണ്ടാവുന്നു, പ്ലസ് എത്രയാണ്, H2 ആണ്. അപ്പൊ ഇവിടെ ഇത് അലൂമിനിയം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് അക്വ സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് AlCl3. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഒരു സെക്കൻഡ്. കുഞ്ഞുങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇതിന്റെ സ്റ്റേറ്റ്, ഈ NaClഉം അക്വ സ്റ്റേറ്റിലാണ്, അതായത് അലിഞ്ഞ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. ഇതും അക്വസ് ആയിരിക്കും. അതേപോലെ മഗ്നീഷ്യം ക്ലോറൈഡും അക്വസ് ആയിരിക്കും. നമ്മൾ സോളിഡ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ AlCl3 അക്വസ് ആയിരിക്കും. അതൊന്ന് ചേഞ്ച് ചെയ്യണേ, സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് VCl അല്ലേ, 2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുക്കണം, 6 വരും. ഇവിടെ 6 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 6 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 3 കൊടുക്കാം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് ഗ്യാസ് ആണ്. ഓർത്തോണം, നമ്മൾ ഈ ഉണ്ടാകുന്ന സോൾട്ട് എല്ലാം അക്വ സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നത് കേട്ടോ, സൊല്യൂഷൻ ആയിട്ടാണ് ഉണ്ടാകുന്നത്. നാലാമത്തേത് സിങ്ക് റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് HCl ടു ഗിവ്, അത് എന്ത് തന്നെയാ, സോൾട്ട് തന്നെ ഉണ്ടാവും. സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതായത് Zn സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, HClയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. HCl അക്വ സ്റ്റേറ്റിലാണ്. അപ്പൊ എന്തുണ്ടാവുന്നു, ZnCl2 ഉണ്ടാവുന്നു, അതും അക്വ സ്റ്റേറ്റിലാണ്. പ്ലസ് എന്താണ്, H2. ഓക്കെ, അടുത്തത് അയൺ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. അഞ്ചാമത്തേത് അയൺ ഒരു മെറ്റലാണ്. അയൺ റിയാക്ട്സ് സ്ലോലി വിത്ത് ഡൈല്യൂട്ട് HCl to give iron 2 chloride and hydrogen gas.
ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അയൺ 2 ക്ലോറൈഡ് ഈ ബ്രാക്കറ്റിൽ കൊടുക്കണേ. അയൺ 2 ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിന്റെ വാലൻസി 2+ ആ എടുക്കുന്നത്, ഫെറസ് ആ എടുക്കുന്നതെന്ന് അർത്ഥം. അയണിന് 3+ വാലൻസി ഉണ്ട് ഫെറിക്ക്. ഒരിക്കലും ഹൈഡ്രജൻ ക്ലോറൈഡ് HCl റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയണിന്റെ 2+ വാലൻസി അല്ല റിയാക്ട് ചെയ്യുന്നത്, പകരം അയണിന്റെ 3+ അല്ല റിയാക്ട് ചെയ്യുന്നത്, 2+ ആണ് റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകം ഓർത്തോണം. അപ്പം Fe സോളിഡ് സ്റ്റേറ്റിലെ ഉള്ള Fe അക്വ സ്റ്റേറ്റിലുള്ള HCl ഡൈലൂട്ട് HCl റിയാക്ട് ചെയ്യുമ്പോൾ FeCl2 ആണ് ഉണ്ടാകുന്നത്. വേണമെങ്കിൽ FeCl3 ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അയണിന്റെ വാലൻസി 3+ ആണെങ്കിൽ. HCl റിയാക്ട് ചെയ്യുമ്പോൾ അയണിന്റെ വാലൻസി 3+ അല്ല 2+ ആണ് വരുന്നതെന്ന് സ്പെസിഫിക്കലി ഓർക്കുക. പ്ലസ് എന്താണ്? H2. ഇത് അക്വ സ്റ്റേറ്റിലാണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ്. ആറാമത്തേത് കോപ്പറിനെയും കൂടെ പറയാം. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl at all. This shows that copper is even less reactive than iron. അയണിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കുറവായിരിക്കും കോപ്പറിന്. അതെന്താണെന്നറിയാമോ? Cu plus HCl നോ റിയാക്ഷൻ. കാരണം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ അടുത്ത പഠിക്കാൻ പോകുന്ന റിയാക്ടിവിറ്റി സീരീസ് ആണ്. റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനെക്കാട്ടിലും താഴെയാണ് കോപ്പർ വരുന്നത്. അപ്പം ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CuCl2, ഈ Cu വരാൻ പറ്റത്തില്ല. കാരണം ഹൈഡ്രജൻ റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആളിന് കൂടിയ ആളിനെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നോ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നോക്കിക്കോളൂ, അടുത്തത് ഏഴാമത്തെ കഴിഞ്ഞു, അതിന്റെ കോപ്പർ വരെ മതി. ഇനിയും സ്പെസിഫിക് ആയിട്ട് വേറൊരു ടോപ്പിക് എഴുതി, അക്വാ റീജിയ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എഴുതിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്വാ റീജിയ എന്താണെന്നറിയോ? രണ്ട് ആസിഡിനെ നമ്മളൊരു പർട്ടിക്കുലർ കോമ്പിനേഷനിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവുക ചെയ്യുന്നത്. ആ സൊല്യൂഷനകത്ത് ഗോൾഡ് ഇട്ടാൽ ഗോൾഡ് അലിഞ്ഞു പോകും, കോപ്പർ ഇട്ടാൽ കോപ്പർ അലിഞ്ഞു പോകും. അപ്പൊ റിയാക്റ്റീവ് അല്ലാത്ത മെറ്റൽ പോലും ഈ അതിനകത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി പോകും? അത് അലിഞ്ഞില്ലാതായി പോകും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്വാ റീജിയ. എല്ലാ മെറ്റലിനെയും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യിക്കാനുള്ള പവർ ആ അക്വാ റീജിയയ്ക്ക് ഉണ്ട്. അപ്പൊ അക്വാ റീജിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്രയാണെന്നറിയോ? HNO3 1 പാർട്ട് എടുക്കും, HCl 3 പാർട്ട് എടുക്കും. അതായത് നിങ്ങൾക്ക് അക്വാ റീജിയ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ HNO3 എടുക്കുവാണെങ്കിൽ 3 ലിറ്റർ HCl എടുത്തിട്ട് തമ്മിൽ മിക്സ് ചെയ്യണം. ഇരിഞ്ഞു പോവല്ലേ? HNO3 3 ലിറ്ററും HCl 1 ലിറ്ററും അങ്ങനെയല്ലേ എടുക്കേണ്ടത്? HNO3 കുറവും HCl കൂടുതലും എടുക്കണം. റേഷ്യോ 1:3. അതായത് ഇത് 1 ലിറ്റർ എടുക്കുവാണെങ്കിൽ അത് 3 ലിറ്റർ എടുക്കണം. ഇത് 1 ml എടുക്കുവാണെങ്കിൽ അത് 3 ml എടുക്കണം. അത് 100 ലിറ്റർ എടുക്കുവാണെങ്കിൽ അത് 300 ലിറ്റർ എടുക്കണം. മനസ്സിലായോ? 1:3 റേഷ്യോ ആണ്. അതും കൂടെ എഴുതാം, നോക്കിക്കോളൂ. It is a freshly prepared mixture of 1 part of concentrated nitric acid and 3 part of concentrated hydrochloric acid. അതായത് HNO3 HCl ന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3. അക്വാ റീജിയയുടെ പ്രത്യേകത, ഇറ്റ് ക്യാൻ, ഒരു ഡോട്ട് എഴുതുക, ഇറ്റ് ക്യാൻ ഡിസോൾവ് ഓൾ മെറ്റൽ. എല്ലാ മെറ്റലിനെയും ഡിസോൾവ് ചെയ്യാനുള്ള പവർ, കഴിവ് അതിനുണ്ട്. ഇനി ഒട്ടും റിയാക്റ്റീവ് അല്ലാത്ത രണ്ട് മെറ്റലാണ് ഗോൾഡും പ്ലാറ്റിനും. അതിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും? അലിയിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഡിസോൾവ് ഈവൻ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം മെറ്റൽസ്.
ഇത് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓരോരുത്തരോടും അക്ഷിത ഓക്കെ ആണോ? അർച്ചിത ഓക്കെ ആണോ? ഡീൻ ഓക്കെ ആണോ? ഓക്കെ സർ. പ്രസീദ് മനസ്സിലാവുന്നുണ്ടോ? കേട്ടില്ല. മനസ്സിലാകുന്നുണ്ട്. ഉണ്ട്. റിജോ ഓക്കെ. അൽക്ക ഉണ്ട് സർ. ഓക്കെ. നമ്മുടെ അൻകിത്ത്, ശ്രേയ മനസ്സിലായി. ഓക്കെ. അപ്പം ഒരു ടോപ്പിക് കൂടെ എഴുതിയിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ട് ചെയ്യുന്നതിന്റെ ഓർഡറും കൂടെ നമുക്കൊന്ന് എഴുതാം. നോക്കിക്കോളൂ. റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽ. റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റലിനകത്ത് ഏറ്റവും മുകളിൽ എഴുതേണ്ട, ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആള് പൊട്ടാസ്യമാണ്. അതിന്റെ സിമ്പൽ മാത്രമാണ് എഴുതുന്നത്. പിന്നെ സോഡിയം ആണ്, പിന്നെ കാൽസ്യം ആണ്, പിന്നെ മഗ്നീഷ്യം ആണ്, പിന്നെ അലൂമിനിയം ആണ്, പിന്നെ സിങ്ക് ആണ്, പിന്നെ അയൺ ആണ്, പിന്നെ നിക്കലാണ്, പിന്നെ ടിന്ന് SN എന്നതിന്റെ സിമ്പല്, പിന്നെ ലെഡ് PB ആണ്, പിന്നെ H ആണ്, പിന്നെ Cu ആണ്, പിന്നെ Hg ആണ്, പിന്നെ Ag ആണ്, പിന്നെ PT ആണ്, പിന്നെ ഗോൾഡ് ആണ്. ഗോൾഡ് AU ആണ്. അപ്പം സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഇതാണ് നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഗോൾഡ് ചില പ്ലാറ്റിനം ഒന്നും തരില്ല കേട്ടോ. ഇതാണ് കറക്റ്റ്. നിങ്ങൾ +2 പഠിക്കാൻ പോകുന്ന റിയാക്ടിവിറ്റി സീരീസ് ഇതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി ഇതിനകത്ത് ഹൈഡ്രജന്റെ മുകളിലോട്ടുള്ള എല്ലാം നല്ല റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഹൈഡ്രജന്റെ മുകളിലോട്ട് ആരൊക്കെയാ? ഇത്രയും കണ്ടോ, ഇത്രയും ലെഡ് വരെയുള്ള ആൾക്കാര്. These metals are more reactive than hydrogen. അതവിടെ എഴുതുക. ഹൈഡ്രജനെക്കാട്ടിലും റിയാക്റ്റീവ് ആണത്. അതേപോലെ തന്നെ ഇത് these metals are less reactive than hydrogen. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതി, ഡിക്രീസിങ് ഓർഡർ എഴുതിയിരിക്കുന്നത്. അതായത് മോളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോൾ ഡിക്രീസിങ് ഓർഡർ ആണ്. അത് വേണമെങ്കിൽ എഴുതിയേക്കണം. എന്താ? മോളിൽ നിന്ന് താഴോട്ട് ഒരു ആരോ ഇട്ടിട്ട് എഴുതുക. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസം പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ഇനിയെല്ലാം ഈ റിയാക്ടിവിറ്റി സീരീസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എല്ലാം പറയുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ളത് കുറച്ചുകൂടെ പാടാണ് കേട്ടോ. കാരണം ഇതിന്റെ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നല്ല പാടാണ്. നല്ലോണം പഠിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. ഓക്കെ. എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങ് നിർത്തുകയാണ്.